അതെ ഗൈസ്, നമ്മൾ ഇന്ന് പോകുന്നത് അബുദാബിയിലേക്കാണ്. പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മൾ ഇന്ന് അബുദാബിയിൽ കുറച്ച് ഡെലിവറി ഒക്കെ ഉണ്ട്, അപ്പോൾ അതിനുവേണ്ടി പോവാണ്. പോകുന്ന വഴിക്കാണ് നമ്മുടെ അബുദാബിയിലത്തെ മെയിൻ മസ്ജിദ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ട് പോവാം. ലോകത്തിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ് നമ്മുടെ അബുദാബി ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്ക്. അങ്ങനെ പള്ളിയൊക്കെ കണ്ട് നമ്മൾ അബുദാബിയിലത്തെ കുറച്ച് കാഴ്ചകൾ കണ്ട് നമ്മുടെ ഫസ്റ്റ് ഡെലിവറി ഉണ്ട്, അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് അബുദാബിക്ക് പോണത് ഞങ്ങൾ രണ്ടുപേരും കേട്ടോ. ഞാനും അണ്ണനും കൂടിയിട്ടാണ് അബുദാബിക്ക് പോണത്. ചെറിയ 2 ഡെലിവറി മാത്രമേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. നമ്മുടെ വേറെ പിള്ളേഴ്സൊന്നുമില്ല. ഞങ്ങൾ നേരെ ഇനി അടുത്ത ഡെലിവറിയുടെ ലൊക്കേഷനിലേക്ക് പോകണം. നമുക്ക് ഈ വീട്ടിലായിരുന്നു കേട്ടോ ഫസ്റ്റ് ഡെലിവറി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത സൈറ്റിൽ പോകട്ടോ. ഈ ബിൽഡിങ്ങിൻ്റെ പേരാണ് അൽ ബഹർ ടവേഴ്സ്. മഷ്റബിയ മരത്തിൻ്റെ ജോഗറി ഡിസൈനാണ് ഈ ബിൽഡിംഗ് കൊടുത്തുള്ളത് കേട്ടോ. അതേപോലെ തന്നെ സൂര്യവെളിച്ചത്തിനനുസരിച്ച് ഇതിലത്തെ ഷട്ടർ തുറക്കുക അടയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതൊക്കെ കണ്ട് നമ്മൾ നേരെ നെക്സ്റ്റ് നമ്മുടെ അടുത്ത സൈറ്റിൽ പോയിട്ടാണ്. ഇവിടെയാണ് നമുക്ക് അടുത്തൊരു ഡെലിവറി ഉള്ളത്. അങ്ങനെ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ അബുദാബിയിൽ നിന്ന് തിരിച്ചു കേട്ടോ. അബുദാബി ടു ദുബായ് റോഡ് വരുന്നത് തിരിച്ചു വരുന്ന വഴിക്കാട്ടോ ഒരു ഹെലികോപ്റ്റർ അങ്ങനെ എയറി നിൽക്കുന്നത്. അങ്ങനെ അതൊക്കെ കണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഷഹാമ കയറി 2 ചായ മേടിച്ചിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കമ്പനിയിലെത്തി വൈകുന്നേരം ഇപ്പോൾ നമ്മൾ നേരെ റൂമിൽ കേട്ടോ. പോണേക്ക് നല്ലൊരു സൺസെറ്റ് കിട്ടി. അങ്ങനെയൊക്കെ സൺസെറ്റ് കണ്ടിട്ട് നേരെ പോയി നമ്മുടെ ഇക്കടുത്ത് കേട്ടോ. അവിടെ പോയപ്പോൾ പുതിയതായിട്ടൊരു ക്രീം ബെഞ്ച് ഇറങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ പറഞ്ഞിരിക്കാം. നമ്മൾ അതൊന്ന് ട്രൈ ചെയ്ത് വെച്ചിട്ട് അതങ്ങനെ എടുത്തു. കടവക ഫ്രീ പോളീസ് ആണെന്നല്ല ഫ്രീ. അങ്ങനെ ക്രീം കോൺ എടുത്ത കാരണം ഞാൻ കഴിച്ചോ കേട്ടോ. എങ്ങനെയെന്ന് അറിയാനല്ലോ. ഫസ്റ്റ് ട്രൈ കേട്ടല്ലോ. അപ്പോൾ ഓക്കെ ഗൈസ്.